അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ? നമ്മൾ ഹോസ്റ്റലിലുള്ള എല്ലാ മല്ലൂസും കൂടെ ചേർന്നിട്ട് ഒരു ഇഫ്താർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു എക്കോ പാർക്കിൽ വെച്ചിട്ടാണ് ഇഫ്താർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതിൻ്റെ ഒക്കെയാണ്. ഞാൻ കബം കിനാവിൽ കണ്ട് ഷജറത്ത് പൂത്ത സുഭർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബസ്സിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം ദൂരം ഉണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാരണം ഹോസ്റ്റലിലത്തെ മല്ലൂസ് എല്ലാവരും ആ ബസ്സിലുണ്ടായിരുന്നു. എക്കോ പാർക്കിലേക്ക് പിന്നെ ബസ്സിലല്ലാതെ മെട്രോയിലും പോകാൻ പറ്റും. പക്ഷേ മെട്രോയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറേ നടക്കാനുണ്ട്. അതാ പിന്നെ ബസ്സിൽ തന്നെ ആക്കിയത്. ഞങ്ങൾ എക്കോ പാർക്കിലെത്തി. അത്യാവശ്യം വലിയൊരു പാർക്കാണ്. വൈകിട്ട് വന്ന് ചില്ല് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ല പാർക്കാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എക്കോ പാർക്കിലേക്ക് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഫ്രണ്ട്സായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ടും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാർക്കാണ്. ജോഗിങ്ങിനായാലും സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് പ്രത്യേകം പാത്തൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഓൾറെഡി ഇവിടെ ബോയ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളും സ്ഥലമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫുഡിന് മന്തിയാണ് കഴിക്കുന്നത്. അതിവിടെ അടുത്തുള്ള ഒരു രുചി എന്ന് പറഞ്ഞൊരു മലയാളി ഫുഡ് സെല്ലേഴ്സാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ ബിരിയാണി നല്ല ടേസ്റ്റാണ്. പിന്നെ താഷ്കൻഡിലുള്ള ആർക്കെങ്കിലും അവരെ പേജ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾ മല്ലൂസ് നടത്തുന്ന ഫസ്റ്റ് പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ബോയ്സ് സാധനങ്ങളായിട്ടൊക്കെ വന്ന് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തുടങ്ങിയിരുന്നു. ഓരാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ പുതപ്പറ്റൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സ്ഥലം നോക്കി അവിടെ ഈ പുതപ്പും പായൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി. പിന്നെ അവിടെ ഇഫ്താർ പാർട്ടിക്ക് നമ്മൾ മാത്രമല്ല കുറേ ഉസ്ബെക്കിയൻസും പിന്നെ പിക്നിക്കിനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച് തുടങ്ങി. ഞങ്ങളും അതിനൊക്കെ കൂടെ നിന്ന് ഗേൾസും ബോയ്സും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയത്. എന്തൊക്കെ സാധനങ്ങൾ എന്ന് വെച്ചാൽ സ്നാക്സ് ആയിട്ട് കട്ട്ലേറ്റും പിന്നെ ബൺ പോക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ജ്യൂസും ഓറഞ്ച് ആപ്പിള് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ചെറിയ പരിപാടിയായിട്ട് സെറ്റാക്കിയത് ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് പറ്റുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഓരോരുത്തർക്കായിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നോമ്പറക്കാനുള്ള സാധനങ്ങൾ. ഞങ്ങളുടെയൊക്കെ കട്ട്ലേറ്റ് കണ്ടില്ലേ. പിന്നെ ഇവിടേക്ക് ബാങ്ക് കൊടുക്കണ അത്ര കേക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഭയങ്കര അടിയിരുന്നു ബാങ്ക് കൊടുക്കുന്ന സമയത്തിന് വേണ്ടിയിട്ട്. കാരണം ഓരോരുത്തരുടെ ഫോണിൽ ഓരോ സമയമാണ്. പിന്നെ ഒരാൾ കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഓരോരുത്തർ കഴിച്ചു തുടങ്ങി. പിന്നെ ഓരോന്ന് തിന്നാൻ തുടങ്ങി. നമ്മളത് തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ പ്ലേറ്റൊക്കെ നോക്കൽ തുടങ്ങി. കട്ട്ലേറ്റിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിയായിരുന്നു, കാരണം ഒരൊറ്റ കട്ട്ലേറ്റ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു വേറെ രസം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിടന്ന് ആദ്യം ബോയ്സ് നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേൾസ് നിസ്കരിച്ച്. അപ്പോഴേക്കും ഇവിടെ ഇരുട്ടായി തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ കോഴ്സിലോട്ട് കടന്ന് മന്തി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇരുട്ടായപ്പോൾ ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ചു വെച്ചിട്ടാണ് മന്തി കഴിച്ചത്. ഒരു ഫ്ലാഷ് ലൈറ്റ് ഡിന്നർ പോലെ ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ട്, കാരണം ആകെ 9 മണി വരെ ഉള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.